ഇന്ന് ഈസ്റ്റർ. എല്ലാ വീഴ്ചകൾക്കും അപ്പുറം ഒരു ഉയർത്തെണിപ്പ് ഉണ്ടാവും എന്നുള്ള സന്ദേശം നൽകുന്ന ദിനം. രാത്രി പാതിര കുർബാന എല്ലാം കഴിഞ്ഞ് ലേശം വൈകി വന്ന് കിടന്നുകൊണ്ട് എണീക്കാൻ കുറച്ച് വൈകി. നേരെ താഴെ വന്ന് ഒരു ചായ ഇട്ടങ്ങ് കുടിച്ചു നമ്മുടെ ഈസ്റ്റർ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യലായിട്ട് ബീഫ് സ്റ്റൂ പിന്നെ പുട്ടും. അല്ലെങ്കിലും ഇഷ്ടത്തിന് കൂടുതൽ കോമ്പിനേഷൻ പുട്ടാണ്. സോ ഇഷ്ടം എടുത്തങ്ങ് പുട്ടിലേക്ക് ഒഴിച്ച് പെരട്ടി അങ്ങ് കഴിക്കുക. എണീക്കാൻ ലേശം വൈകിയോണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങ് പെട്ടെന്ന് കഴിച്ചു. പക്ഷേ പപ്പയും മോളും നല്ല ഉറക്കത്തിലായിരുന്നു. അവരെത്ര വിളിച്ചിട്ടും കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ താഴെ വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ കുക്കിങ്ങിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. ഇക്കണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞും പൊളിച്ചും വെച്ചേക്കുന്നത് ഈ ഒരു കൂട്ടുണ്ടാക്കാനാണ്. ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ വിഭവം ബീഫ് ബിരിയാണി. സംഭവം നമ്മുടെ ഫാദറിനോടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ തിന്ന് സഹായിക്കുന്നൊന്ന് മാത്രം. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയും കഴിച്ച് ഒരു റെസ്റ്റ് എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ അങ്ങ് കുടിച്ചു, ആ ക്ഷീണം അങ്ങ് മാറാനായിട്ട്. ഈസ്റ്റർ ആയിട്ടൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങാലോ എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി നമ്മളെ ചതിച്ചു. വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ലോക്കായി പോയി. എന്നാൽ പിന്നെ എന്തെങ്കിലും പടം കാണാലോ എന്ന് ചിന്തിച്ച് TV വെച്ചപ്പോൾ ദാണ്ട കിടക്കുന്നു ദീപടം, ബാറോസ് നിധികാക്കുന്ന ഭൂതം. ഓൾറെഡി നമ്മൾ തിയേറ്ററിൽ പോയി 3D കണ്ണട വെച്ച് കണ്ട പടമാണിത്. പക്ഷേ എൻ്റെ അമ്മായിമ്മ കണ്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ പടം വീണ്ടും എന്തിരുന്ന് കാണേണ്ടി വന്നു, അതും ഈസ്റ്റർ ആയിട്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ. അങ്ങനെ വലിയ ആഘോഷങ്ങളോ ആരവങ്ങളോ ഒന്നും ഇല്ലാതെ ഇക്കൊല്ലത്തെ ഈസ്റ്റർ കഴിഞ്ഞു. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ കുത്തിരുന്ന് ബാറോസ് കണ്ടു. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ.